കേന്ദ്ര സർക്കാർ കർശന നിരോധനം ഏർപ്പെടുത്തിയ പെലാജിക് മത്സ്യബന്ധനത്തിന് മുൻപിൽ കണ്ണടച്ച സംസ്ഥാന സർക്കാർ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ബോട്ടുകൾ കേരള തീരത്ത് 12 നോട്ടിക്കൽ മൈലിനുള്ളിൽ പെലാജിക് വലകൾ ഉപയോഗിച്ച് വ്യാപകമായി മത്സ്യബന്ധനം നടത്തുകയാണ്. ബോട്ടുകളുടെയും ജീവനക്കാരുടെയും അപര്യാപ്തതയാണ് ഫിഷറീസ് അടക്കമുള്ള വകുപ്പുകൾ അവരുടെ നിസ്സംഗ സമീപനത്തിന് പറയുന്ന ന്യായീകരണം. സംസ്ഥാന തീരത്തെ നിരോധിത മത്സ്യബന്ധനം തടയുന്നതിന് മറൈൻ എൻഫോഴ്സ്മെന്റും ഫിഷറീസും കോസ്റ്റ് ഗാർഡും നടത്തുന്ന പരിശോധനകൾ ഫലപ്രദമല്ലെന്നതിന്റെ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം മത്സ്യത്തൊഴിലാളികൾ തന്നെ പെലാജിക് വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തടഞ്ഞ് വലയും ബോട്ടും പിടികൂടി ഫിഷറീസിനെ ഏൽപ്പിച്ചത്. ചെറു മത്സ്യങ്ങളെ അടക്കം പിടികൂടുന്ന ചെറുകണ്ണികളോടുള്ള വല ഉപയോഗിച്ചുള്ള പെലാജിക് മത്സ്യബന്ധനം കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നിരോധിച്ചതാണ്. എന്നാൽ ഈ നിയമം നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ കാട്ടുന്ന അലംഭാവം മത്സ്യസമ്പത്തിനെ തന്നെ വലിയ രീതിയിൽ ദോഷമായി ബാധിക്കുകയാണ്. ഈ പെലാജിക് പെട്രോളിംഗ് ആണ് ഇപ്പൊ കടലിലൊക്കെ നടക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞുതരാം, കടൽ കൊള്ളയാണ് നടക്കുന്നത്. കടലിൽ കൊള്ള വെറും 25,000 രൂപ യൂസർ ഫീസ് വാങ്ങിയിട്ട് അന്യ സംസ്ഥാന ആളുകൾക്ക് നമ്മുടെ കേരളക്കടലിൽ പണയം വെച്ചേക്കാണ് നമ്മുടെ സർക്കാർ. ഫിഷറീസിനും മറൈൻ എൻഫോഴ്സ്മെന്റിനുമുള്ള പരിമിതികളാണ് പെലാജിക് മത്സ്യബന്ധനം തടയുന്നതിൽ ഉണ്ടാകുന്ന വീഴ്ചയ്ക്ക് ന്യായീകരണമായി അധികൃതർ പറയുന്നത്. ഉദ്യോഗസ്ഥന്മാർ പറയണത് അവർക്ക് പരിമിതികളുണ്ട് ചെയ്യുന്നതിനെന്നാ പറഞ്ഞത്. അവർക്ക് വേണ്ട സ്പീഡ് എഞ്ചിൻ വെച്ച ബോട്ടുകളില്ല, കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനുള്ള പോലീസ് ഇല്ല, അവരുടെ വിങ്ങൊക്കെ ദൗർലഭ്യമാണെന്നാണ് അവർ പറഞ്ഞത്. അവർക്ക് ഒരു രക്ഷയില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളോട് ഇറങ്ങിച്ചെല്ലാനും ഇടപെടാനും അവർക്ക് പറ്റാനില്ല. സംസ്ഥാന തീരത്തെ ഈ മത്സ്യക്കൊള്ള തടയാൻ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന ആവശ്യമാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളടക്കം ഇന്ന് ആവശ്യപ്പെടുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.